ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുപ്പിറവിയുടെയും സമാഗതമാകുന്ന പുതുവർഷത്തിൻ്റെയും മംഗളങ്ങൾ വളരെ സ്നേഹത്തോടെ ഏവർക്കും ആശംസിക്കുന്നു. പിറവി തിരുനാൾ ചരിത്രപരമായ ഒരു വലിയ കണ്ടുമുട്ടലിൻ്റെ അനുഭവവും ആഘോഷവുമാണ്. ഈ കണ്ടുമുട്ടൽ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം നടന്ന തിരുപ്പിറവി എന്ന ആ മഹായാഥാർത്ഥ്യം തന്നെ സ്വർഗം ഭൂമിയെ തേടി ഇറങ്ങിയ ഒരു വലിയ സത്യം. എല്ലാ കണ്ടുമുട്ടലുകൾക്കും അർത്ഥമുണ്ടാകുന്നത് അത് എന്തുമാത്രം മഹത്വമുള്ളതും എന്തുമാത്രം സ്നേഹം നിറഞ്ഞതുമാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. ഏറ്റവും വലിയ ഒരാൾ, ഉന്നതനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ വേണ്ടി നമ്മുടെ മനസ്സ് ദാഹിക്കുന്നുണ്ടാകും. അതിനൊരു വലിയ അർത്ഥമുണ്ട്. അത് നമുക്ക് അഭിമാനമാണ്, ആനന്ദമാണ്. ഏറ്റവും വലിയ സ്നേഹം, ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെ കണ്ടുമുട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് നമുക്കൊരു വലിയ അനുഗ്രഹവും ആനന്ദവുമാണ്. എന്നാൽ സ്നേഹത്തിൻ്റെ തനിമയായ ദൈവത്തെ, എല്ലാത്തിൻ്റെയും സൃഷ്ടാവായ മഹത്വത്തിൻ്റെ പൂർണ്ണതയായ ദൈവത്തെ ഒരു മനുഷ്യ വ്യക്തിയിൽ കണ്ടുമുട്ടാൻ കഴിയുക എന്നുള്ളത് ചരിത്രം ഒരിക്കൽ മാത്രം അനുഭവിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യം. അതാണ് ഈശോയുടെ തിരുപ്പിറവി. രക്ഷാകര ചരിത്രത്തിൻ്റെ ഏറ്റവും അർത്ഥവത്തായ ഒരിടം. അതൊരു കാലിത്തൊഴുത്തിൽ ഏറ്റവും പരിത്യക്തമായ ഒരു ഇടത്ത് യാഥാർത്ഥ്യമായി, ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനൊരു കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ, ശരിയായ അർത്ഥത്തിൽ സഭയിലൂടെ നമ്മളത് ആഘോഷിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങൾക്കേറെ പ്രസക്തിയുണ്ട്. കുടുംബാനുഭവമായിട്ട് പിറവി തിരുനാളിനെ കാണാൻ കഴിയണം. കാരണം ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിലും പരിസരത്തും ഉള്ളിലുമാണ് അവിടുന്ന് കടന്നു വരുന്നത്. നിസ്സാരമായ, ബലഹീനമായ, സാധാരണമായ ജീവിതത്തിൻ്റെ ഇന്നുകളിലേക്ക് അവിടുന്ന് കടന്നു വന്നു. മനുഷ്യനെ തേടി ഇറങ്ങുന്ന ഒരു ദൈവം, എന്നിട്ടും മനുഷ്യൻ ദൈവത്തെ തേടുന്നില്ലല്ലോ എന്നുള്ള സങ്കടം. മനുഷ്യനെ തേടി ഇറങ്ങി വരുന്ന മഹാസ്നേഹത്തെ കണ്ടുമുട്ടാനുള്ള തീക്ഷ്ണമായ ഒരു അന്വേഷണമായിരിക്കണം ഓരോ ക്രിസ്മസും, ഓരോ പിറവി തിരുനാളും. അത്തരമൊരു തിരച്ചിലിൻ്റെ സമയമായിട്ട് പിറവി തിരുനാളിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ കുടുംബത്തിൽ, ഹൃദയത്തിൽ പിറക്കുമ്പോഴാണല്ലോ അതിനർത്ഥമുണ്ടാകുന്നത്. ദൈവം മനുഷ്യനെ തേടി വന്നിട്ട് ആ ദൈവത്തിന് ഒരു കുടുംബം എൻ്റെ ഹൃദയത്തിൽ ഒരുക്കപ്പെടുന്നില്ലെങ്കിൽ, ഒരു വീട് എൻ്റെ ഹൃദയത്തിൽ ഒരുക്കപ്പെടുന്നില്ലെങ്കിൽ അവിടെ പിന്നെ പിറവി തിരുനാളില്ല, ക്രിസ്മസ് ഇല്ല. എൻ്റെ ഹൃദയ വീടുകൾക്ക് ദൈവത്തിന് പിറക്കാനുള്ള ഇടം ഒരുക്കപ്പെടാനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ള ചോദ്യം. എൻ്റെ ഹൃദയത്തിൻ്റെ വിശാലമായ ഒരിടം എനിക്ക് സ്നേഹം കൊണ്ട് തീർക്കാനായിട്ട് പറ്റുമോ എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അപ്പോൾ സ്നേഹം കൊണ്ട് ഇടമൊരുക്കാൻ പറ്റുന്ന, വിശുദ്ധി കൊണ്ട് ഇടമൊരുക്കാൻ പറ്റുന്ന, വിശാലതയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പാകത്തിലൊരിടം ഒരുക്കാൻ പറ്റുന്ന ഹൃദയം രൂപപ്പെടുത്തിയെടുക്കുക എന്നത് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് പിറവി തിരുനാളിൻ്റെ സന്ദേശമെന്ന് ഞാൻ കരുതുന്നു. എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന, ദൈവത്തോട് എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ഇടം നമ്മുടെ ഹൃദയത്തിൽ രൂപപ്പെടണം. ആരും അതിൽ നിന്ന് പുറത്താകാതിരിക്കട്ടെ. മതിലുകളുടെ ഒരു കാലമാണിതില്ല. ഇരുള് പരക്കുന്ന ഒരു കാലം ലോകം. ഇരുള്, മതില്, ഇതെല്ലാം ദൈവനിന്ദയാണ്, ദൈവത്തിനെതിരാണ്. അന്ധകാരത്തിൽ കഴിയുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും കഴിയുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു എന്നുള്ള തിരുവചന ഭാഗം യെശയ്യാ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ മത്തായി സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇരുളിലും മരണത്തിൻ്റെ നിഴലിലും കഴിയുന്നവർക്കായി ഒരു വലിയ ദീപ്തി ഉദയം ചെയ്തു എന്നാണ് ഈശോയുടെ ആഗമനത്തെക്കുറിച്ച് സുവിശേഷകൻ പറയുന്നത്. ആ ദീപ്തി ഇരുട്ട് അകറ്റുന്ന ഒരു യാഥാർത്ഥ്യം, വെളിച്ചം. അങ്ങനെ ഇരുട് അകറ്റപ്പെടുമ്പോഴാണ് ഇടമുണ്ടാകുന്നത്. അത് സ്നേഹത്തിൻ്റെ ഇടമാണ്. നമ്മുടെയൊക്കെ വീട്ട് അകങ്ങളിൽ, നമ്മുടെ കുടുംബത്ത് ആരെങ്കിലും അവഗണിക്കപ്പെടുന്നുണ്ടോ, മാറ്റി നിർത്തപ്പെടുന്നുണ്ടോ? ചേർത്ത് പിടിക്കാനൊരു അകം, ഒരു വീട്ടകം സ്നേഹം കൊണ്ട് ഒരുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ വീണ്ടും പ്രസക്തമാകുന്നു. വീട്ടിൽ മാത്രം ഒതുങ്ങാതെ വീട്ടിൻ്റെ പരിസരത്തേക്ക് കൂടി വിശാലമാകുന്ന ഇടം ആയിട്ടത് മാറേണ്ടതാണ്. നമ്മുടെ ജോലിയിടങ്ങളിലേക്ക് ഈ വീട് വളരുമ്പോൾ, ഈ ഹൃദയം വിശാലമാകുമ്പോൾ അവിടെ വീണ്ടും സ്വർഗത്തിൻ്റെ അനുഭവം എനിക്ക് ലഭിക്കുകയാണ്.
നാം കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും ഈ ഹൃദയത്തിൻ്റെ വിശാലത, സ്നേഹത്തിൻ്റെ പ്രസരണം യാഥാർത്ഥ്യമാകുമ്പോൾ അവിടെയും കർത്താവിന് പിറക്കാനുള്ള യോഗ്യത രൂപപ്പെട്ടു വരുന്നു. സഭയിലൂടെ ദൈവമൊരുക്കുന്ന ഈ വലിയ അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളെ സ്വന്തമാക്കി ഹൃദയത്തിൽ വിശാലമായ ഇടങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അല്പം കൂടി സ്നേഹിക്കാൻ, കുറച്ചുകൂടി കരുതാൻ, കുറച്ചുകൂടി ത്യാഗം സഹിക്കാൻ തീരുമാനമെടുത്താൽ അത് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട ഒരു യോഗ്യതയാണ്. ത്യാഗം അന്യമായിക്കൊണ്ടിരിക്കുന്നു, സഹനത്തിന് വിലയിടിഞ്ഞുകൊണ്ടിരിക്കുന്നു, പലപ്പോഴും സ്വാർത്ഥം വല്ലാതെ പെരുകുന്നു. ഇതൊക്കെ ഈ കാലത്തിൻ്റെ ഇരുട്ടാണ്. അത്തരം ഇരുട്ടിലേക്കാണ് ഈശോയുടെ പ്രകാശം ഇന്ന് കടന്നു വരേണ്ടത്. അവിടെയാണ് സ്നേഹത്തിൽ ഉൾച്ചേരുന്ന ത്യാഗം, അതിന് വലിയ വിലയുണ്ടെന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അത് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടത്. ത്യാഗപൂർവ്വം സമർപ്പിക്കുമ്പോൾ എല്ലാത്തിനും പുതിയ അർത്ഥം രൂപപ്പെട്ടു വരും. സ്നേഹവും ത്യാഗവും കൈകോർത്ത് നീങ്ങുമ്പോൾ അവിടെ ദൈവം നിശ്ചയമായിട്ട് ഉണ്ടെന്നതിന് സംശയമില്ല. ആ അർത്ഥത്തിൽ നമുക്ക് ഈ പിറവി തിരുനാൾ കൂടുതൽ അർത്ഥപൂർണമാക്കാം, അനുഗ്രഹീതമാക്കാം. നമ്മുടെ കുടുംബ പരിസരങ്ങളെയും നമ്മുടെ ജീവിത ചുറ്റുപാടുകളെയും എല്ലാം കുറച്ചുകൂടി സ്നേഹനിർഭരവും ശാന്തിദായകവും ഒക്കെ ആക്കി തീർക്കാൻ കഴിയട്ടെ. അത് സാധ്യമാകണമെങ്കിൽ നിശ്ചയമായിട്ടും ഈ കണ്ടുമുട്ടൽ ഉണ്ടാവണം. മനുഷ്യനെ തേടി വരുന്ന ദൈവത്തെ സഭയിലൂടെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചറിയാനും കണ്ടുമുട്ടാനും അനുഭവിക്കാനും ആ അനുഭവം സ്നേഹത്തിൻ്റെ ഒരു പ്രവാഹമായിട്ട് എല്ലാവരിലേക്കും ഒഴുകി എത്തുന്ന വിധം ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു പിറവി തിരുനാൾ എല്ലാവർക്കും ആശംസിക്കുന്നു. പുതുവർഷം ഈ ഒരു കണ്ടുമുട്ടലിൻ്റെ സന്തോഷത്തിൽ നിറഞ്ഞതാവട്ടെ. ദൈവത്തെ കണ്ടുമുട്ടുന്ന മനുഷ്യൻ എപ്പോഴും ആനന്ദിക്കുന്നവനാണ്. സുവിശേഷത്തിൽ ധാരാളം അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ആട്ടിടയന്മാർ, പൂജരാജാക്കന്മാർ, അവരെല്ലാം അതേ അനുഭവവും ആനന്ദവും പങ്കിട്ടവരാണ്. കർത്താവിനെ കണ്ടുമുട്ടിയ വ്യക്തികൾക്കെല്ലാം ആ അനുഭവം കിട്ടുന്നു. ഇത് സഖ്യഹൂസന്റെ ജീവിതമാണെങ്കിലും സമറിയാക്കാരിയുടെ ജീവിതമാണെങ്കിലും അവരെല്ലാം അനുഭവങ്ങൾ നിറഞ്ഞവരായി മാറുന്നു, അർത്ഥം കണ്ടെത്തുന്നു, ജീവിതത്തിൻ്റെ ആനന്ദം നിറഞ്ഞവരായി ജീവിക്കുന്നെന്നർത്ഥം. അതുകൊണ്ട് ഈ കണ്ടുമുട്ടൽ ഇന്നും തുടരുകയാണ്. നമുക്കും ഈ കണ്ടുമുട്ടലിൽ അർത്ഥം കണ്ടെത്തിയിട്ട് ആ സ്നേഹവും സന്തോഷവും സമാധാനവും മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ കഴിയട്ടെ. അവരുടെ വേദനകളും നൊമ്പരങ്ങളും നമ്മുടേത് കൂടിയാണെന്ന തിരിച്ചറിവോടുകൂടി അവരിലേക്ക്, അവഗണിക്കപ്പെട്ടവരിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക്, ഇറമ്പുകളിലുള്ളവരിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് പറയുന്ന സുവിശേഷ സന്ദേശമാണത്. ഇറമ്പുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സുവിശേഷം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സുവിശേഷം. സുവിശേഷത്തിൻ്റെ ആനന്ദത്തിലൊക്കെ മാർപ്പാപ്പ പറയുന്നത് പോലെ യുദ്ധഭൂമിയിലെ ആതുരാലയമായിട്ട് സഭ മാറണം. യുദ്ധഭൂമിയിലെ ആതുരാലയമാണ്. ആതുരാലയത്തിലേക്ക് മുറിവേറ്റവരെ കൊണ്ടുവരികയല്ല, ആതുരാലയം അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതുകൊണ്ട് അങ്ങനെ കൂടെ ആയിരിക്കാനും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപയും സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. പുതുവർഷം അനുഗ്രഹീതവും അർത്ഥപൂർണവും ഐശ്വര്യപൂർണ്ണമാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി പിറവി തിരുനാളിൻ്റെയും പുതുവർഷത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.